ഗുഡ് ഈവനിങ് എവറിവൺ. ഇന്ന് 9th യൂണിറ്റ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്സോർപ്ഷനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ അലോക്കേഷന് കളക്ഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ടറി ഓവർഹെഡിന്റെ 3 സ്റ്റേജസ് ആയിട്ട് ഫസ്റ്റ് കളക്ഷൻ, സെക്കൻഡ് അലോക്കേഷൻ, തേർഡ് അപ്പോസ്മെന്റ്, ഈ 3 തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഓരോ പ്രൊഡക്റ്റിന്റെയും ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റീസിൽ കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്റ്റിലേക്ക് ഓവർഹെഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയാം. എന്താണ് അബ്സോർപ്ഷൻ? അപ്പം ഈ ഒരു സ്റ്റേജിൽ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൊഡക്ഷൻ കോസ്റ്റിൽ അവരുടെ ഫാക്ടറി ഓവർഹെഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയാൻ വേണ്ടി പോണത്. ഫസ്റ്റ് എന്താണ് അബ്സോർപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? The process of charging or apportioning the overheads is known as apportions. അതിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഓവർഹെഡിൽ ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്തും പല ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ അപ്പോർഷൻ ചെയ്തും കഴിഞ്ഞാൽ ആ ആനുവൽ കോസ്റ്റ് അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ആനുവൽ കോസ്റ്റ് എന്ത് ചെയ്യും? കോസ്റ്റ് യൂണിറ്റിൽ ചാർജ് ചെയ്യും. അതായത് ഓരോ പ്രൊഡക്റ്റിനും അതിന് വേണ്ടിയിട്ടുള്ള ഓവർഹെഡ് കോസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോർഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഓവർഹെഡിൽ ഓരോ പ്രൊഡക്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് പല ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ നമ്മൾ അപ്പോർഷൻ ചെയ്തു കഴിഞ്ഞാൽ ആ ആനുവൽ കോസ്റ്റ് എന്ത് ചെയ്യും? കോസ്റ്റ് യൂണിറ്റിൽ ചാർജ് ചെയ്യും. ഇതുവരെ അലോക്കേറ്റ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത ആ ഒരു കോസ്റ്റ് ഇല്ലേ, അതെന്ത് ചെയ്യുന്ന പറഞ്ഞത്? നമ്മുടെ ആനുവൽ കോസ്റ്റിൽ എന്ത് ചെയ്യും? കോസ്റ്റ് യൂണിറ്റ് ആനുവൽ കോസ്റ്റ് ആയിട്ട് കോസ്റ്റ് യൂണിറ്റിൽ ചാർജ് ചെയ്യും. അപ്പം ഓരോ പ്രൊഡക്റ്റിനും അതിന് വേണ്ടിയിട്ടുള്ള ഓവർഹെഡ് എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ കൺസിസ്റ്റ് ഓഫ് 3 പോയിന്റ്സ് പറയുന്നുണ്ട് അല്ലേ? അതിന് ടോട്ടൽ ഓവർഹെഡിനെ കുറിച്ചിട്ട്. അപ്പൊ ഇറ്റ്സ് ഓൺ ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ്, ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി. അതായത് അതിന്റെ സ്വന്തം ഡയറക്റ്റ് കോസ്റ്റുകൾ. അതിന് ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡയറക്റ്റ് കോസ്റ്റിനെ കുറിച്ചിട്ട് ഏതൊക്കെയാണ് പറഞ്ഞത്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ്, ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി. ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ഓൺ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, എ ഷെയർ ഇൻ എക്സ്പെൻസസ് കോമൺ ടു വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. എക്സാമ്പിൾ ഫാക്ടറി റെന്റ്, പവർ ആൻഡ് ലൈറ്റനിങ്, ബിൽഡിംഗ് ഇൻഷുറൻസ് എക്സെട്ര. അത് സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാല് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഷെയർ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടുള്ള ഷെയറിനെ എന്തൊക്കെയാണ് പറയുന്നത്? ഫാക്ടറി റെന്റ് ആയിട്ടും പവർ ആൻഡ് ലൈറ്റനിങ് ആയിട്ടും ബിൽഡിംഗ് ആൻഡ് ഇൻഷുറൻസ് ആയിട്ടും പറയുന്നുണ്ട്. അതിനെ നമ്മൾ അപ്പോർച്ച്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തേന് നമ്മൾ എന്താണ്? അലോക്കേഷൻ ആണ് പറഞ്ഞത്. തേർഡ് പോയിന്റിൽ എ ഷെയർ ഇൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, അതിന് നമ്മൾ റീ അപ്പോർച്ച്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ടോട്ടൽ കോസ്റ്റിന്റെ ഷെയറിന് നമ്മൾ റീ അപ്പോർച്ച്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ 2 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഓവർഹെഡിന്റെ അബ്സോർപ്ഷൻ റേറ്റ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് ദി ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ആസ് കാൽക്കുലേറ്റഡ് അബൌട്ട് ടു കോസ്റ്റ് യൂണിറ്റ് ഓർ പ്രൊഡക്ട്സ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ റേറ്റുകൾ പ്രൊഡക്റ്റിലേക്ക് എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യുക, ബാധകമാക്കുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഓവർഹെഡ് എന്ന് പറഞ്ഞിട്ട് 50,000 കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ഡയറക്റ്റ് വേജസ് ഫോർ ഡിഫറെന്റ് ജോബ്സ് കംപ്ലീറ്റഡ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ₹2 lakh. അതായത് ഡയറക്റ്റ് വേജസ് ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? 2 lakh പറഞ്ഞിട്ടുണ്ട്. പിന്നെ അബ്സോർപ്ഷൻ റേറ്റ് കൊടുത്തിട്ടുണ്ട് എത്രയാ?
25% ഓഫ് വേജസ് ആണെന്ന് അബ്സോർപ്ഷൻ റേറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ now if the incurred on particular job are rate ₹2000, the overhead cost of the job will rate 500. ഓക്കെ, അപ്പം അതിൽ ജോബ് പേജ് എന്ന് പറഞ്ഞിട്ട് 2000 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് 500 കൊടുത്തിട്ടുണ്ട്. ഇനി ആ 500 എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറയുന്നത് 2000 25% ആണ് എന്തെന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത്. അഥവാ ഒരു സിമിലാർലി കൊടുത്തിട്ട് ഒന്നുകൂടി മെഷീൻ ഹവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹവർ വർക്ക്ഡ് വർക്ക് ടു ബി ടേക്കൺ ആസ് ബേസിസ് ചാർജസ് ഓവർ ഹെഡ് ആൻഡ് ദി നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് 10,000 ഹവേഴ്സ്. അതായത് അവിടെ മെഷീൻ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് 1000 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 50 പെർ ഹവർ ആണ്. അപ്പം ടോട്ടലി 1000 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 50 പെർ അവർ, ഒരു അവറിന് 50 വെച്ചിട്ടാണ്. അപ്പം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ടോട്ടൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 50,000 ആയിരുന്നു. ആ 50,000നെ നമ്മൾ ഈ 1000 ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താ അബ്സോർപ്ഷൻ റേറ്റ് 50 per hour. Okay, now if the job has taken 12 hours to complete, the overhead costing of that job will be 600. അതായത് ആ ജോബ് എത്ര ഹവർ ആണ് വർക്ക് ചെയ്യുന്നത് ജോബ് ടുക്ക് 12 ഹവർ അല്ലേ, ആ ജോബ് 12 ഹവർ എടുക്കുന്നുണ്ട്. അബ്സോർബ്ഡ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ് 600 ആണ്. അതായത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അബ്സോർപ്ഷൻ റേറ്റ്, അതായത് 50 പെർ ഹവറിനെ നമ്മൾ എന്ത് ചെയ്തു 12 ഹവറോട് ഇൻറ്റു ചെയ്തപ്പോൾ 600 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് എങ്ങനെയാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യിക്കുന്നത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡിന്റെ അബ്സോർപ്ഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവയുടെ ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഡിഫറൻസ് ഉപയോഗിക്കുന്ന ബേസിന്റെ നമ്മൾ ബേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ബേസിന്റെ പേരിലാണ് ഇവരെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓവർ ഹെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്തത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലം ചെയ്യുമ്പോൾ ബേസിനെ കുറിച്ചിട്ട് ഓരോ എക്സ്പെൻസ് നമ്മൾ ബേസ് അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മെത്തേഡാണ് അബ്സോർപ്ഷൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡാണ്. പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ദിസ് മെത്തേഡ് ഈസ് സിംപിളസ്റ്റ് ഓഫ് ആൾ ദി മെത്തേഡ്സ്. മറ്റുള്ള എല്ലാ മെത്തേഡ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. പിന്നെ എന്താ അതിൽ പറയുന്നത് വെച്ചാൽ ഇതിൽ ഓരോ പ്രൊഡക്റ്റ് യൂണിറ്റിനായിട്ട് ഫാക്ടറി ഓവർ ഹെഡ് എന്ത് ചെയ്യുന്നുണ്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊഡക്റ്റും ഒരേ രീതിയിലും അതുപോലെ തന്നെ ഒരേ വലുപ്പത്തിലുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുന്നുണ്ട് മുൻകൂട്ടിയിട്ട് നമ്മളെ അറിയിക്കുന്നുണ്ട്. അതാണ് പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡ് അതിൽ കൊടുത്തിട്ടുണ്ട് സിംപ്ലസ്റ്റ് ഓഫ് ദി ആൾ മെത്തേഡ്സ്. അപ്പം ബേസിസ് ടേക്കൺ ഇൻ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അവർ എത്ര നമ്പർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ ബേസ് എടുക്കുന്നത്. ഓവർ ഹെഡ് റേറ്റ് ഈസ് അസർട്ടൈൻ ഇൻ ടേംസ് പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റിന്റെ പ്രൈസ് അനുസരിച്ചിട്ടാണ് ആ കോസ്റ്റ് അല്ലെങ്കിൽ ഓവർ ഹെഡിന്റെ റേറ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. ആ മെത്തേഡ് ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെർ ദി യൂണിറ്റ്സ് ആർ ഓഫ് യൂണിഫോം സൈസ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഓവർഹെഡ് റേറ്റ് ഇസ് ഇക്വൽ ടു എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന എത്ര എമൗണ്ട് ഓഫ് ഓവർഹെഡ് ആണോ ഉള്ളത് അതിനെ നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിനായിട്ട് എന്ത് ചെയ്യണം ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് മെത്തേഡിന്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്ത് ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 75,000 ആണ്. ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് പറഞ്ഞിട്ട് 1,500 ആണ്.
അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഓവർഹെഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ ഓവർഹെഡ് നമുക്കറിയാം എത്രയാണെന്നുള്ളത്, 75,000 ആണെന്നുള്ളത്. പിന്നെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസിങ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് 1500 ആണ്. അപ്പോൾ 75,000 ഡിവൈഡഡ് ബൈ 1500 ചെയ്താൽ 50 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 50 വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആണ്, ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി അല്ലേ. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇതെന്താണ്, ഭയങ്കര സിംപ്ലസ്റ്റ് ആണ്. അതായത് ഫസ്റ്റ് മെത്തേഡിൽ പറഞ്ഞ പോലെ തന്നെ, ഫസ്റ്റ് അതിന് നമ്മൾ വായിച്ച പോലെ തന്നെ എന്താണ്, വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് യൂണിറ്റ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ എന്താണ്, നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് തീരും. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാന്നുള്ളത്, ഇപ്പൊ ഓരോ യൂണിറ്റിനും വ്യത്യസ്തത ഉണ്ടെങ്കിൽ അവിടെ എന്താവും, ഒരു എറർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ ആവും നടക്കുന്നത്. അപ്പൊ ഓരോ യൂണിറ്റും നമുക്ക് കറക്റ്റ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തെറ്റായ അബ്സോർപ്ഷൻ ആണ് നടത്തുക. പിന്നെ മെഷീന്റെയും ലേബർ എന്നതിന്റെ നമ്മുടെ യൂസ് ചെയ്യുന്നതിന്റെ വ്യത്യാസം എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിന്റെ ഇൻക്ലൂഡ് ആക്കാന് കണക്കാക്കാന് കഴിയില്ല. അതൊക്കെയാണ് ഈ ഒരു മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്. Under this method, the base selected in the direct material cost and the overhead absorption rate is computed as per percentage of direct material cost. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഓവർഹെഡുകളെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ ശതമാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്രയും സിമ്പിളായി അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്, ഓവർ ഹെഡ്സിനെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിന്റെ പെർസെൻറ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത്. അത്രയേ ഉള്ളൂ എന്ത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. എന്താണ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. പ്രൊഡക്ഷൻ ഓവർ ഹെഡിനെ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ദെൻ ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് റേറ്റ് ₹1 lakh ആൻഡ് ദി ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഈസ് 2 lakh. ദി ഓവർ ഹെഡ് റേറ്റ് വിൽ ബി 50% ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്. കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇനി ഓവർ ഹെഡ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, 50% ഓഫ് മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റിന്റെ 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു എമൗണ്ട്സ് എന്ത് ചെയ്യാം, കൊടുക്കാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 lakh ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100. അപ്പോൾ 50% കിട്ടും. ആ 50% ഇനി എന്ത് ചെയ്യാം, ജോബിന് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും, അതായത് അതിന്റെ 50% എന്ന് പറയുമ്പോൾ ദ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് എ ജോബ് ഓർ കോസ്റ്റ് യൂണിറ്റ് ഈസ് ₹3,000. ദി ഓവർ ഹെഡ് ടു ബി അബ്സോർബ്ഡ് ബൈ ദി കോസ്റ്റ് അണ്ടിൽ വിൽ ബി 50% ഓഫ് 3,500. അപ്പം ആ ഒരു 3,000 50% എന്ന് പറയുന്നത് എത്രയാണ്, 1,500 ആണ്. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് ഈ ഒരു മെത്തേഡ്, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, എല്ലായിടത്തും ഒരേ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് ഏറ്റവും എന്താണ്, വലിയ ഒരു പ്രൈം കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്, കുറച്ച് പോയിന്റ്സ്. അതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പ്രൈസിലുള്ള മാറ്റങ്ങൾ കാരണം എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഓവർ ഹെഡിന്റെ റേറ്റ് തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഓരോ ജോബിനുള്ള മെറ്റീരിയൽ കോസ്റ്റ് എന്ത് ചെയ്യും, അതിൽ ഓരോ ജോബിനുള്ള മെറ്റീരിയൽ കോസ്റ്റിലുള്ള വ്യത്യാസം അതിന്റെ പ്രോഫിറ്റബിലിറ്റി തെറ്റായിട്ട് കാണിക്കാൻ ചാൻസ് വരും. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിലെന്തില്ല, നമ്മുടെ ടൈം ഫാക്ടർ എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. അതെന്താണ്, അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്
സ്കില്ലഡ് ആയിട്ടും അതുപോലെ തന്നെ അൺസ്കില്ലഡ് ആയിട്ടും ലേബറിന്റെ വ്യത്യാസം എന്ത് ചെയ്യുന്നില്ല ഈ ഒരു മെത്തേഡിൽ കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് അതിന്റെ എന്തായിട്ട് പറയുന്നത്, ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി പറയാനുള്ളത് ഡയറക്റ്റ് വേജ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് വേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് വേജ് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് വേജ് എന്താന്നൊക്കെ. അപ്പോൾ ഡയറക്റ്റ് വേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദി അബ്സോർപ്ഷൻ റേറ്റ് ഈസ് അസർട്ടൈൻഡ് ബൈ ടേക്കിംഗ് ഡയറക്റ്റ് വേജസ് ആസ് ദി ബേസ് ആൻഡ് എക്സ്പ്രസിംഗ് ഇറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലേബേഴ്സിനെ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന വേജസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയറക്റ്റ് വേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് വേജസ് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മെത്തേഡിൽ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് റേറ്റ് ഇസ് ഇക്വൽ ടു പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഇൻറ്റു 100. അതാണ് ഡയറക്റ്റ് വേജ് മെത്തേഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല്. ഇനി ആ ഇതിൽ തന്നെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. എന്ത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഹാസ് റുപ്പീസ് 1,06,000 ആൻഡ് ദി ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഈസ് 2 lakh. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എത്രയാണ്? 1,06,000 ആണ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് എത്രയാണ്? 2 lakh ആണ്. പിന്നെ ഓവർ ഹെഡ് റേറ്റ് വിൽ ബി 80% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിന്റെ 80% ആണ് എന്ത്, ഓവർ ഹെഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇക്വേഷൻസ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇക്വേഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 1,60,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്തത് ഡയറക്റ്റ് വേജസ് 2 lakh ആണ്. ഡിവൈഡഡ് ബൈ 2 lakh ഇൻറ്റു 100 ചെയ്താൽ എന്തായി? ഇതിന്റെ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണം? ഡയറക്റ്റ് വേജ് ഓഫ് ജോബാർ എത്രയാണ്? 4,000 ആണ് അല്ലെ. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ പെർസെന്റേജ് കണ്ടപ്പോൾ 4,000 ആണ്. ഇനി ആ 4,000ന്റെ എത്ര പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? 80% കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 3,200 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് മെത്തേഡ് ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ ടൈം ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെത്തേഡിൽ പരിഗണിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കില്ലഡ് അൺസ്കില്ലഡ് ലേബേഴ്സിനുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു മെത്തേഡിൽ കാണിക്കുന്നില്ല. പിന്നെ മെഷീൻസ് അതുപോലെ തന്നെ ഹ്യൂമൻ വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. പിന്നെ തേർഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് വേജസും അതുപോലെ തന്നെ ഓവർ ഹെഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താവാൻ ചാൻസ് ഉണ്ട്? ചിലപ്പോ ക്ലോസ് ആവാൻ, അതായത് ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് എന്തെന്നുള്ളത് ഡയറക്റ്റ് വേജ് മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് പ്രൈം കോസ്റ്റ് മെത്തേഡാണ്. പ്രൈം കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയായിരുന്നു എല്ലാ ഡയറക്റ്റ് കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം കോസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിൽ എന്താന്ന് നോക്കാം. പ്രൈം കോസ്റ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് വേജസ് ഇൻ ഓർഡർ ടു കോമ്പൈൻ the advantages of both the methods. Sometimes the prime cost is taken at the basis for the overhead absorption rate. അപ്പോൾ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് വേജസ് ഓവർഹെഡിനെ പ്രൈം കോസ്റ്റിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തരം കോസ്റ്റുകളും എല്ലാത്തരം ഡയറക്റ്റ് കോസ്റ്റിനെ നമ്മൾ പ്രൈം കോസ്റ്റ് ആയിട്ട് പറയും. അതിന്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ത്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. പ്രൊഡക്ഷൻ ഓവർഹെഡിനെ പ്രൈം കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 100 വെച്ച് ഇൻറ്റു ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എന്ത്? പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത് 80,000 ആണ്. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പം ഓവർഹെഡ് റേറ്റ് എന്ന് പറയുമ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? 80% എന്ന് കിട്ടും. അപ്പം 80% നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് പ്രൈം കോസ്റ്റ് of a job is rupees 500. Production overhead to be absorbed by the job will be 80% of 500. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി 500ന്റെ 80% എന്ന് പറയുന്നത് 400 ആണ് അല്ലേ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് മെറ്റീരിയലിന്റെയും അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസിന്റെയും ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ലേബർ കോസ്റ്റിനോട് കൂടുതൽ എന്താ പറയാ ബന്ധമുള്ള ഓവർ ഹെഡ്സിനെ അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റിനെയും കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യും,
സമയം ലേബർ കോസ്റ്റിനോട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുള്ള ഓവർ ഹെഡ്സും അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റിനെയും നമ്മൾ ഒരുമിപ്പിച്ചാൽ സമയം എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ പെട്ടെന്ന് പാഴായി പോവാണ്, സമയം പെട്ടെന്ന് തീർന്നു പോവാണ്. ഇത്രയൊക്കെയാണ് ടൈം കോസ്റ്റ് മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഡയറക്റ്റ് ലേബർ ഹവർ മെത്തേഡ് ആണ്. ഡയറക്റ്റ് ലേബർ ഹവർ മെത്തേഡ്. ഡയറക്റ്റ് ലേബർ ഹവർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബർ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലേബർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു ഹ്യൂമൻ എഫേർട്ട് ആയിരുന്നു അല്ലേ. അപ്പൊ ഡയറക്റ്റ് ലേബർ എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്ന ലേബേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പം അണ്ടർ ദിസ് മെത്തേഡ് ദി ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് പെർ ലേബർ ഹവർ. It is done by dividing the total overheads in the production department by the number of hours worked by the labor in that department. അതായത് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ലേബർ ഹവേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുന്നത്, ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്കിംഗ് ലേബർ ഹവേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ലേബർ ഹവേഴ്സ് എന്ന് കൊടുത്താൽ മതി. ഇനി എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താണ് ഓക്കെ. അപ്പൊ ഇനി ഡയറക്റ്റ് ലേബർ അവർ മെത്തേഡ് കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ അല്ല, നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. ഫസ്റ്റ് വേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പ്യൂട്ടർ ലേബർ അവർ റേറ്റ് ഫ്രം ദി ഇൻഫർമേഷൻ ഗിവൺ ബിലോ. തന്നിരുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലേബർ അവർ റേറ്റ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഫസ്റ്റ് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് വർക്കിംഗ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഫാക്ടറി. അതായത് ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് 20 ആൾക്കാരാണ്. ദ ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് ഫോർ 300 ഡേയ്സ്. അപ്പം ഒരു വർഷം 300 ദിവസമാണ് ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്പർ ഓഫ് ഹവേഴ്സ് പെർ ഡേ വർക്ക്ഡ് ഇൻ 8. അപ്പം ഒരു ദിവസം എത്ര ഹവർ ആണ് ആ ഒരു ഫാക്ടറി ഓർ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്, 8 ആണ്. 8 ഹവർ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 5% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. 5% ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ടോട്ടൽ ഡിപ്പാർട്ട്മെന്റൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് 22,800 ആണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്, ലേബർ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ലേബർ അവർ റേറ്റ് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് അതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലേ, എന്താണ്, ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ നെറ്റ്വർക്കിംഗ് ലേബർ അവേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ടോട്ടൽ ലേബർ അവർ. അങ്ങനെയും എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പൊ തന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. പ്രോബ്ലത്തില് ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്, നമ്മൾ യൂണിറ്റ് 9 ഇല്ലുസ്ട്രേഷൻ ഫസ്റ്റ് ആണ് കേട്ടോ നോക്കുന്നത്. അതിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എത്രയാണ് തന്നിട്ടുള്ളത്, 20 ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എത്രയുണ്ട്, 20 ഉണ്ട്. പിന്നെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എത്രയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്,
ഡിപ്പാർട്ട്മെന്റ് വർക്ക് 300 ഡേയ്സ് ഇൻ എ ഇയർ. ഒരു വർഷം 300 ദിവസമാണ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇനി പറയുന്നത് നമ്പർ ഓഫ് ഹവേഴ്സ് പെർ ഡേ വർക്ക്ഡ്. ഒരു ദിവസം എത്ര മണിക്കൂർ അത് വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? 8 ഓക്കെ. ഇനി പറയുന്നത് ഐഡിൽ ടൈം. ഐഡിൽ ടൈമിന്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഐഡിൽ ടൈം എന്ന് പറയുന്നത് 5% ഓഫ് എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിന്റെ 5% ആണ് എന്തെന്ന് പറയുന്നത്, ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ഇൻഫർമേഷൻസും കൂടി ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് എന്ന് പറയുന്നത് 22,800 ആണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ലേബർ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേബർ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ടോട്ടൽ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ OH ഓവർ ഹെഡ് ആണ്, ഡിവൈഡഡ് ബൈ എന്ത് നെറ്റ് വർക്കിംഗ് ലേബർ അവേഴ്സ്. നെറ്റ് വർക്കിംഗ് ലേബർ അവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ലേബർ അവേഴ്സ് എന്ന് പറയും. ഇനി അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മുടെ ലേബർ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ്ലി നമുക്കറിയാം നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് 20 ആണ്. എത്ര ദിവസമാണ്? 300 ഡേയ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 8 അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സിന്റെ 5% ആണ് എന്തെന്ന് പറയുന്നത്, ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു വർഷം ടോട്ടൽ ലേബർ അവർ ഇൻ എ ഇയർ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ്ലി. അതായത് ഒരു വർഷത്തെ ടോട്ടൽ ലേബർ അവർ എത്രയാണ്? നമുക്കറിയാം ഒരു വർഷം 300 ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം 8 അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇതിൽ തന്നിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാല് ടോട്ടൽ ലേബർ ഹവർ ഇൻ എ ഇയർ, അതായത് ഒരു വർഷത്തിൽ നമ്മൾക്ക് എന്തില്ല, അറിയില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർഷത്തെ ലേബർ അവർ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത്, ഒരു വർഷത്തില് എത്ര ദിവസം ഇൻറ്റു അവിടെ സ്പേസ് ഇല്ല, ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഇൻറ്റു നമ്പർ ഓഫ് ലേബർ. എത്ര നമ്പർ? ഓക്കെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 300 ആണല്ലേ. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് 300 ഇൻ എ ഇയർ. ഒരു വർഷം 300 ഡേയ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 300 ഇൻറ്റു ലേബറിന്റെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഇയർ നമ്പർ ഓഫ് അവേഴ്സ് പെർ ഡേ വർക്ക്ഡ് 8 അവർ ആണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് ലേബർ. അപ്പം 300 ഇൻറ്റു 8. ഓക്കെ. 300 ഇൻറ്റു 8 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2400 നമുക്ക്
കിട്ടും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ ലേബർ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിന്റെ 5% ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ഐഡിൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 5% അല്ലേ ഐഡിൽ ടൈം. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഐഡിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഐഡിൽ ടൈം ഈ ടോട്ടലിന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഐഡിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. ഐഡിൽ ടൈം എന്ന് പറയുന്നത് 5% ഓഫ് ഐഡിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, എന്തിന്റെ 5% ആണ്, 5% ഓഫ് 2400. ഇതിന്റെ 5% അല്ലേ. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 120 hours എന്ന് കിട്ടും. ഓക്കെ, 120 അവർ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ 120നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് ഇപ്പോൾ ടോട്ടൽ ലേബർ അവറിന് എന്ത് ചെയ്യണം, ഈ 120 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഐഡിൽ ടൈം ഇല്ലേ, ഐഡിൽ ടൈം എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കളയണം. അപ്പം 2400 മൈനസ് 120, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 2280 എന്ന് കിട്ടും. ഓക്കെ, ഇതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോഴും ലേബർ ഹവർ റേറ്റിലേക്ക് എത്തിയിട്ടില്ല അല്ലേ. ആദ്യം നമുക്ക് നെറ്റ്വർക്കിംഗ് ലേബർ ഹവേഴ്സ് എന്ത് ചെയ്യണം, കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഐഡിൽ ടൈം എന്ത് ചെയ്തിട്ടുണ്ട്, മൈനസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇതിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നെറ്റ്വർക്കിംഗ് ലേബർ അവർ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഇത്രയും കാര്യം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, നെറ്റ്വർക്കിംഗ് ലേബർ അവർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കിട്ടിയ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. അതായത് ആദ്യം നമ്പർ ഓഫ് ഡേയ്സിനെ നമ്മൾ നമ്പർ ഓഫ് ലേബറോണ് ഇൻറ്റു ചെയ്തപ്പോൾ എമൗണ്ട് കിട്ടി. ആ എമൗണ്ടിൽ നിന്ന് 5% ഐഡിൽ ടൈം എന്തിട്ടുണ്ട്, മൈനസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പെസിഫിക് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെറ്റ് ഓർ എഫക്റ്റീവ് ലേബർ അവർ. അതായത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്ന ലേബർ അവർ അതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു ലേബർ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ലേബർ അവർ എന്ന് പറയുന്നത് 2280 പെർ ഓപ്പറേറ്റർ. കാരണം ഓരോ ഓപ്പറേറ്റർക്കും അല്ലേ, ടോട്ടൽ എത്ര ഓപ്പറേറ്റർ ഉണ്ട്, 20 ഓപ്പറേറ്റർ ആണ് ആ ഒരു ഫാക്ടറിയിലുള്ളത്. അപ്പം ഇനി എന്ത് ചെയ്യണം, നമ്മൾ ആ 20 ഓപ്പറേറ്റർക്കും കൂടി ഉള്ളത് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. അപ്പം ഓരോ ഓപ്പറേറ്ററെ വെച്ചിട്ട് 2280 ആണ്. നമ്മൾ ഇനി 20 ഓപ്പറേറ്റേഴ്സ് ആണ് ടോട്ടൽ അതിലുള്ളത്. ആ 20 ഓപ്പറേറ്റേഴ്സിന്റെ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നെറ്റ്വർക്കിംഗ് ഹവേഴ്സ് ഇൻ എ ഇയർ ഈക്വൽ ടു എന്താണ്, നെറ്റ് ലേബർ അവർ ഇൻ എ ഇയർ. നെറ്റ് ലേബർ അവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ആ ഒരു എമൗണ്ട്. അതിനെ ഇൻറ്റു ചെയ്യണം. എന്തുകൊണ്ട്, നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ നെറ്റ് ലേബർ അവർ എന്ന് പറയുന്നത് 2280 ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത് 20 ആണ്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 45,600 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് 20 ഓപ്പറേറ്റേഴ്സിനും കൂടി നമ്മൾ ടോട്ടൽ 45,600 റുപ്പീസ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്താ അറിയാം, ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാം. ഇനി നമുക്ക് നേരെ ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് ഇസ് ഈക്വൽ ടു
ടോട്ടൽ ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത് 22,800 ഡിവൈഡഡ് ബൈ നെറ്റ്വർക്കിംഗ് ലേബർ അവേഴ്സ്. കാരണം എല്ലാതും നെറ്റ്വർക്കിംഗ് ലേബർ അവേഴ്സ് നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാ 45,600 ഓരോ ലേബേഴ്സിനും കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 0.50 എന്ന് കിട്ടും. അപ്പൊ എന്താണ്, ഇതാണ് ഡയറക്റ്റ് ലേബർ അവർ റേറ്റ് എന്ന് പറയുന്നത് 0.50. ഇതാണ് എന്ത്, ഇതിന്റെ ലേബർ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മെഷീൻ ഹവർ മെത്തേഡ് ആണ്. മെഷീൻ അവർ മെത്തേഡ് ആണ് ഇനി എന്ത് പറയാൻ വേണ്ടി പോണത്. അപ്പൊ മെഷീൻ അവർ മെത്തേഡ് എന്ന് പറയുമ്പോ എന്താ, MHR, ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ MHR എന്ന് പറയും കേട്ടോ. അപ്പൊ ദിസ് മെത്തേഡ് ഈസ് സിമിലർ ടു ലേബർ അവർ മെത്തേഡ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ലേബർ അവർ ആസ് ദി ബേസ്, മെഷീൻ അവർ ഫോംസ് ദി ബേസിസ് ഫോർ ഓഫ് കാൽക്കുലേറ്റിംഗ് ഓവർ ഹെഡ് റേറ്റ്. അപ്പം ഇതെന്താണ്, ഇതുമായിട്ട് എന്താണ് സിമിലർ ആണ്. പക്ഷെ ചില കേസസിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ലേബർ ഹവർ ബേസ് അടിസ്ഥാനത്തിലാണെങ്കിൽ മെഷീൻ ഹവർ എങ്ങനെയാണ് ഓവർ ഹെഡിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ബേസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓവർ ഹെഡ് മെഷീന്റെ പ്രവർത്തിക്കലിന്റെ സമയത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മെഷീൻ എത്ര സമയമാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, എത്ര സമയം പ്രവർത്തിച്ചിട്ടില്ല. അപ്പം ആ ഒരു പ്രവർത്തന സമയത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓവർ ഹെഡ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മെഷീൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ്. അതിൽ കൊടുത്തിട്ടുണ്ട് എന്ത്, the absorption rate calculated by dividing the factory overhead apportioned to a machine by the number of hours the machine has been worked. അപ്പം മെഷീൻ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ്, അതാണ് അതിന്റെ എന്ത് ഫോർമുല ആയിട്ട് പറയുന്നത്. ഇനി കണ്ടില്ലേ, മെഷീൻ ഹവർ വിൽ ബി പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷീൻ അവേഴ്സ്. അങ്ങനെയും പറയാം, എല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മെഷീൻ ഹവേഴ്സ്. ഇങ്ങനെയും ഇത് രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, മെഷീൻ ഹാസ് യൂസ്ഡ് ഫോർ 5 hours ഫോർ എ ജോബ്. ഒരു ജോബിന് വേണ്ടിയിട്ട് മെഷീന് 5 hour ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓവർ ഹെഡ് ടു ബി അബ്സോർബ്ഡ് ബൈ ദ ജോബ് 50. അബ്സോർബ് ചെയ്തിട്ടുള്ള എത്രയാണ്, 50 ആണ് അല്ലേ. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെർ വർക്ക് ക്യാരിഡ് ഓൺ മോസ്റ്റ്ലി ബൈ ദ മെഷീൻ ദർ ബിക്കോസ് ഇൻ സച്ച് കേസസ് ദ ഓവർ ഹെഡ് ആർ മോർ റിലേറ്റഡ് ടു ദി മെഷീൻസ്. അതായത് മെഷീൻസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഫാക്ടറികളാണ് ഇത് എന്ത് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ മെഷീനും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെഷീൻ ഹവർ റേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഓവർ ഹെഡ് മെഷീന്റെ, അപ്പം ആ ഒരു മെഷീൻ, ഒരു സ്പെസിഫിക് മെഷീൻ എത്ര സമയമാണോ പ്രവർത്തിച്ചത് ആ ഒരു സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഓവർ ഹെഡ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ. അതുപോലെ തന്നെ പിന്നെ എന്ത് പറഞ്ഞു, ഇത് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫാക്ടറി, ഏറ്റവും കൂടുതൽ മെഷീൻസ് ഉപയോഗിക്കുന്ന ഫാക്ടറിയിലാണ് ഇത് കൂടുതലായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഓരോ മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, മെഷീൻ ഹവർ റേറ്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്, പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷീൻസ് ഹവേഴ്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മെഷീൻ ഹവർ റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഇല്ലുസ്ട്രേഷൻ 2 ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതിൽ നമ്മളോട് ഇൻഫർമേഷൻസ് ഞാൻ പറയാം. ഫസ്റ്റ് എന്താണ്, ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഫാക്ടറി ഫർണിഷ്ഡ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദി മന്ത് ഒക്ടോബർ 1990. അതായത് ഒക്ടോബർ മാസത്തിലെ ഒരു ഫർണിഷിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഫർണിഷിംഗ് ഫാക്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഇൻഫർമേഷൻസ് ആണിത്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, മെറ്റീരിയൽ യൂസ്ഡ്, പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ട്, ലേബർ ഹവേഴ്സ് വർക്ക്ഡ് തന്നിട്ടുണ്ട്,
മെഷീൻ ഹവർ വർക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് കൂടാതെ പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട്, ഫോർ ആൻ ഓർഡർ എക്സിക്യൂട്ടഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഡ്യൂറിംഗ് ഒക്ടോബർ ദി റെലവെന്റ് ഡാറ്റ ഈസ് ഫോളോസ്. ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മെറ്റീരിയൽ യൂസ്ഡ്, ഡയറക്റ്റ് വേജസ്, ലേബർ അവർ വർക്ക്ഡ്, മെഷീൻ അവർ വർക്ക്ഡ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഒക്ടോബർ മാസത്തിന്റെ തന്നെ ഒരു ഇൻഫർമേഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് അവർ റേറ്റ് ആൻഡ് മെഷീൻ അവർ റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഏതിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോബ്ലം ആണ്. സെക്കൻഡ് പ്രോബ്ലം ആണ് പറയുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട് നമ്മളോട് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് മെഷീൻ അവർ റേറ്റ് ആണ് ഫസ്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡിലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ കോസ്റ്റ് ഇൻറ്റു 100. ഇതായിരുന്നു എന്ത്? അതിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ തന്ന ഇൻഫർമേഷൻസ് എല്ലാം ക്വസ്റ്റ്യനിൽ ഉണ്ടോ നോക്കാം. ആദ്യം പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 36,000 തന്നിട്ടുണ്ട്. അപ്പം 36,000 ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 54,000 തന്നിട്ടുണ്ട്. ദെൻ ഇൻറ്റു 100. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ എഴുതാം 66.67% എന്ന് കിട്ടും. 66.67%. ഇതാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മെത്തേഡിലെ പ്രോബ്ലം. ഇനി അടുത്തത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡില് എന്ത്? പ്രൊഡക്ഷൻ ഓവർഹെഡ് ഒരു ഇക്വേഷൻ ഇല്ലേ? പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് കോസ്റ്റ് ഓർ വേജ്. ഓക്കെ, എന്താണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്? ഈ OS എന്ന് ഇടുന്നത് ഓവർഹെഡ് ആണ്, ഷോർട്ടാക്കി എഴുതിയതാണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ എന്ത്? ഡയറക്റ്റ് കോസ്റ്റ് ഇൻറ്റു 100. ഇതാണ് ആ ഒരു മെത്തേഡിലെ ഇക്വേഷൻ. പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് കോസ്റ്റ് ഇൻറ്റു 100. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ആയിട്ട് എന്തൊക്കെയാ തന്നിട്ടുണ്ടായില്ലേ? പ്രൊഡക്ഷൻ ഓവർഹെഡ് നമുക്ക് റിപ്പീറ്റഡ് പിന്നെ അറിയും. എന്താണ്? 36,000 ആണ്. ക്വസ്റ്റ്യനിൽ പിന്നെ ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. എന്ത്? 45,000 ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 80% കിട്ടും. ഓക്കെ അല്ലേ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലേബർ അവർ റേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ ലേബർ അവർ റേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ലേബർ അവർ റേറ്റ് കാണാൻ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേബർ അവർ
ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ ടോട്ടൽ ഓവർ ഹെഡ് അഗെയിൻ നമുക്കറിയാം എന്ത് 36,000 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേബർ അവർ നമുക്ക് തന്നിട്ടുണ്ട്. ലേബർ ഹവേഴ്സ് വർക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് 36,000 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 100 ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 എന്നാണ് കിട്ടുക. 36,000 ഡിവൈഡഡ് ബൈ 36,000 ഇൻറ്റു 100 ചെയ്യാം. 100 ചെയ്യണം എന്നില്ല, 100 ചെയ്താലും കുഴപ്പമില്ല. 36,000 ഡിവൈഡഡ് ബൈ 36,000 അല്ലേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഇനി ഫോർ മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഷീൻ ഹവർ റേറ്റ് ഇക്വൽ ടു ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു മെഷീൻ ഹവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ number of machine hours. Number of machine hours. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 36,000 ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഷീൻ ഹവേഴ്സ് 30,000 ആണ്. ഓക്കെ, 30,000 ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2 എന്ന് കിട്ടും. ഇൻറ്റു 100, ഈ രണ്ട് മെത്തേഡിലും ഇൻറ്റു 100 ചെയ്യണമെന്നില്ല, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിയിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോർ ആൻ ഓർഡർ എക്സിക്യൂട്ടഡ് ബൈ ദി ഡിപ്പാർട്ട്മെന്റ് ഡ്യൂറിംഗ് ഒക്ടോബർ ദി റെലവന്റ് ഡാറ്റാസ് ഫോളോസ്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒക്ടോബർ മാസത്തിൽ കഴിയാറാകുമ്പോഴുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഡറും കൂടി ഉണ്ട്, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽ മെറ്റീരിയൽ യൂസ്ഡ് ഉണ്ട്, ഡയറക്റ്റ് വേജസ് ഉണ്ട്, ലേബർ ഹവർ വർക്ക്ഡ് ഉണ്ട്, മെഷീൻ ഹവർ വർക്ക്ഡ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ആ ഒരു മെത്തേഡിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാം? എല്ലാ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ എല്ലാ ഇൻഫർമേഷൻസും ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്ന പോലെ എന്ത് ചെയ്യണം? ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ദെൻ ഡയറക്റ്റ് വേജസ്, പിന്നെ ഓവർ ഹെഡ്സ് ഉണ്ട്, ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത് 4 മെത്തേഡാണ് അല്ലേ? ആ 4 മെത്തേഡ് എന്ത് ചെയ്യണം? ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്യണം. ആ 4 മെത്തേഡിന് താഴെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. ഫസ്റ്റത്തത് ഡയറക്റ്റ് മെറ്റീരിയൽ മെത്തേഡ്, സെക്കൻഡ് ഡയറക്റ്റ് ലേബർ മെത്തേഡ്, തേർഡ് എന്തായിരുന്നു? ലേബർ അവർ റേറ്റ് അല്ലേ? ലേബർ അവർ റേറ്റ്, ഫോർത്ത് മെഷീൻ ഹവർ റേറ്റ്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. 4 മെത്തേഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതെന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ആക്കുമ്പോൾ അതിന്റെ താഴെ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ടല്ലേ? വേറെ ഇൻഫർമേഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മെറ്റീരിയൽ യൂസ്ഡ് 6,000, ഡയറക്റ്റ് വേജസ്, ലേബർ അവേഴ്സ് വർക്ക്ഡ്, മെഷീൻ അവർ വർക്ക്ഡ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലിലെ എല്ലാ മെഷീൻസും എല്ലാ മെത്തേഡിലും എന്തുതന്നെയാണ്? മെറ്റീരിയൽസ് എത്ര തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? 6,000 ആണ്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ എല്ലാ മെത്തേഡിലും 6,000 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഡയറക്റ്റ് വേജസിന്റെ കേസ് വരുമ്പോൾ എന്തുതന്നെയാണ്? അതിൽ ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. എത്രയാ? 3,200. അത് തന്നെയാണ് എല്ലാ മെത്തേഡിലും എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്.
ദെൻ ഓവർഹെഡ്സ്. ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 4 മെത്തേഡ് ഉണ്ട്. ആ 4 മെത്തേഡിന്റെയും എന്ത് ചെയ്യണം? ഓവർഹെഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ലേബർ ഹവറിന്റെ ഓവർഹെഡ് ആയിട്ട് എത്രയാണ് പറയുന്നത്? അതിൽ ലേബർ ഹവർ വർക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര തന്നിട്ടുണ്ട്? 3200 തന്നിട്ടുണ്ട്. മെഷീൻ ഹവർ വർക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് 2400 തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലിന്റെ ഓവർഹെഡ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് എങ്ങനെയാന്ന് വെച്ചാല് നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? 66.67% ആണ് എന്ത്? ഓവർഹെഡിന്റെ. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ ഒരു എമൗണ്ടിനെ നമ്മുടെ ഇതിൽ പറഞ്ഞ എമൗണ്ട് എത്രയാണ്? മെറ്റീരിയലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാ? 6000 അല്ലേ? ആ 6000നെ എന്ത് ചെയ്യാം? ആ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 66.67% 6000 എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും? 4000 എന്ന് കിട്ടും. ഇതെങ്ങനെയാ കിട്ടിയത്? 66.67% ഓഫ് 6000 അതിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4000 എന്ന് കിട്ടും. ഇനി ഡയറക്റ്റ് ലേബർ കോസ്റ്റ് മെത്തേഡിൽ വരുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ അറിയാം എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലേബറിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? 3200 എന്ന്. ഒരു 3200 ആണ്. അപ്പൊ അതിന്റെ ലേബറിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 80%. അപ്പം ആ ഒരു എമൗണ്ടിന്റെ 80% ആണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2560 കിട്ടും. ദെൻ ലേബർ ഹവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡയറക്ട്ലി അതിൽ തന്നിട്ടുണ്ട് എത്രയാണ്? ലേബർ ഹവർ വർക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 3200. ഇനി മെഷീൻ ഹവറിന്റെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്രയാ? മെഷീൻ ഹവറിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1.2 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മെഷീൻ ഹവർ വർക്ക് ചെയ്തിട്ടുള്ളത് 2400 ആണ്. അപ്പൊ ആ 2400ന്റെ ഏറ്റ് നമ്മൾ 1.2 എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്? മെഷീൻ ഹവർ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാഗമല്ലേ? മെഷീൻ ഹവർ വർക്ക് ചെയ്തിട്ടുള്ളത് എത്രയാണ്? ഹവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 2400 ആണുള്ളത്. ഈ 2400ന്റെ ഇൻറ്റു എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു പെർസെൻറ്റേജ് ഇല്ലേ? മെഷീൻ ഹവർ റേറ്റ് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. 1.2 ഇൻറ്റു ചെയ്യുക. ദെൻ നമുക്ക് എമൗണ്ട് കിട്ടും എത്ര? 2880. ആ എമൗണ്ട് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 2880. ദെൻ ഇതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ എല്ലാത്തിന്റെയും ടോട്ടലിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 30,200ഉം ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 70,760. ഇതിൻ്റെത് 12,400. ഇതിൻ്റെത് ഓക്കെ. അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എമൗണ്ട്. അപ്പം ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയുള്ള എന്ത് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് റിക്വസ്റ്റൈറ്റ്സ് ഓഫ് എ ഗുഡ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. അതായത് നമ്മുടെ അബ്സോർപ്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ ഒരു നല്ല ഒരു ഓവർ ഹെഡിന് വേണ്ട അബ്സോർപ്ഷൻ മെത്തേഡിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഇനി പറയാനായിട്ട് പോണത്. ഓക്കെ. അപ്പൊ ആ ഒരു മെത്തേഡില് എന്താ പറയുന്നത്? കുറച്ച് ബേസിക് കാര്യങ്ങൾ എന്തായിട്ടുണ്ട്? പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട്. അത് എന്തൊക്കെയാ പറയുന്നത് വെച്ചാല്
അപ്പൊ ആദ്യം നമ്മൾക്ക് ഈ ഒരു ഹെഡിങ് എന്താന്ന് പറയാം. റിക്വസൈറ്റ്സ് ഓഫ് എ ഗുഡ് മെത്തേഡ്സ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് ഓവർ ഹെഡിനെ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്തായിരിക്കണം, നല്ല ബെറ്റർ മെത്തേഡ് ആയിരിക്കണം. അതായത് നല്ലൊരു മെത്തേഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് മെത്തേഡ്സ് അതിലെന്ത് ചെയ്യണം, നല്ല മെത്തേഡ്സ് എന്ത് ചെയ്യണം അതിൽ ഇൻക്ലൂഡ് ആക്കണം. അതിനെ കുറിച്ചിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോണത്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ടൈം ഫാക്ടർ. പിന്നെ ഇറ്റ് ഷുഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ വർക്ക് ഡൺ ബൈ മാനുവൽ ലേബർ ആൻഡ് ദി വർക്ക് ഡൺ ബൈ മെഷീൻസ്. അപ്പൊ ഞാൻ ഇതൊക്കെ എന്താണെന്ന് പറയാം, ഞാൻ ഇംഗ്ലീഷ് വായിക്കുന്നില്ല. അപ്പൊ ഫസ്റ്റ്ലി എന്താ പറയുന്നത് വെച്ചാല് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിൽ യൂസ് ചെയ്യാം. പിന്നെ എന്താണ്, നമ്മൾ ക്ലറിക്കൽ ആയിട്ടുള്ള ജോബ്സ് ഒക്കെ എന്തായിരിക്കും കുറവായിരിക്കാം. പിന്നെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൽ എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് ഡയറക്റ്റ് വേജ് മെത്തേഡ് നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആണ്. കാരണം ഡയറക്റ്റ് വേജ് മെത്തേഡ് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് അതിന്റെ ടൈം ഫാക്ടറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ടൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ ഓരോ ജോലിയും എത്ര സമയം എടുത്തിട്ടാണ് ആ ഒരു ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയണം. അതിന് എക്സാമ്പിൾ പറയാന്ന് വെച്ചാല് ഡയറക്റ്റ് ലേബർ അവറും അതുപോലെ തന്നെ മെഷീൻ ഹവർ മെത്തേഡും എന്തിനെ സംബന്ധിച്ചിടത്താണ് സമയത്തെ ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വെച്ചാല് സ്കില്ലഡ് ആയിട്ടും അൺസ്കില്ലഡ് ആയിട്ടും ലേബേഴ്സിനുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട് അതില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കഴിവുള്ള ലേബേഴ്സിന് കുറച്ച് സമയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ സ്പെസിഫിക് ജോബ് തീർക്കാനായിട്ട് കഴിയും. അപ്പോൾ അവർക്ക് കുറച്ച് ഓവർ ഹെഡ് മാത്രമേ എന്താവുള്ളൂ വരുള്ളൂ. അപ്പൊ ഈ വ്യത്യാസം ഉൾക്കൊള്ളിക്കുന്നൊരു മെത്തേഡാണ് മെത്തേഡ് ആയിരിക്കണം നല്ലത്. ഇനി ഫോർത്ത് പോയിന്റ് ആയിട്ട് പറയാന്ന് വെച്ചാല് ഒരു മാനുവൽ ലേബേഴ്സും അതുപോലെ തന്നെ മെഷീനറി ജോബും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യണം ആ ഒരു മെത്തേഡിൽ മസ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവണം. മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന ജോലിക്കും മെഷീൻ വഴി ചെയ്യുന്ന ജോലിക്കും ഓവർ ഹെഡ് കോസ്റ്റുകൾ എന്ത് ചെയ്യും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ചില രീതി മാനുവൽ വർക്കും ചിലത് മെഷീൻ വർക്കും ആണെങ്കിൽ നമുക്ക് ഓവർ ഹെഡ് ഒരേപോലെ ചാർജ് ചെയ്യാനായിട്ട് പറ്റൂല. അപ്പൊ മെഷീൻ ഹവർ മെത്തേഡ് എന്താണ്, മെഷീൻ ഹവർ മെത്തേഡിൽ ഈ വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്യണം. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിനും അതിന് യോജിച്ച പോലെ ഓവർ ഹെഡ് എന്ത് ചെയ്യണം കൊടുക്കണം. തെറ്റായ റേറ്റുകൾ ഉപയോഗിച്ചാൽ ചില പ്രൊഡക്റ്റുകൾക്ക് കൂടുതലും ചിലതിന് കുറവും ഓവർ ഹെഡ് എന്ത് ചെയ്യും ചാർജ് ചെയ്യും. അതായത് നമ്മൾ കറക്റ്റ് ഒരു റേറ്റ് അല്ല അതിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റേറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഓവർ ഹെഡിൽ ചില പ്രൊഡക്ട്സിന് എന്ത് ചെയ്യും കൂടാനും ചില പ്രൊഡക്ട്സിന് ഓവർ ഹെഡ് കുറയാനും ചാൻസ് ഉണ്ട്. ഇതുമൂലം നമുക്ക് എന്ത് ഉണ്ടാവും അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ സംഭവിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാല് ഈ ഒരു അബ്സോർപ്ഷന്റെ ഭാഗമായിട്ട് നമ്മള് കാൽക്കുലേഷൻ കറക്റ്റ് മെത്തേഡിലാവാനായി നമ്മൾ ക്ലറിക്കൽ ജോബ്സ് വേണ്ടി വരുന്ന രീതി എന്ത് ചെയ്യണം മെത്തേഡ്സ് എന്ത് ചെയ്യണം ഒഴിവാക്കാനായിട്ട് ചെയ്യണം. അപ്പം ഇത്രയാണ് നമ്മളെ റിക്വസൈറ്റ്സ് ഓഫ് എ ഗുഡ് മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ. അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഇപ്പം ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് എ ഫാക്ടറി ഓവർ ഹെഡ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓവർ അബ്സോർപ്ഷനെ കുറിച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഓവർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് അല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ ചില പ്രൊഡക്ട്സിന് ഓവർ ഹെഡ് കൂടും ചില പ്രൊഡക്ട്സിന് ഓവർ ഹെഡ് കുറയും ചെയ്യും. അപ്പോൾ അതുമൂലം നമുക്ക് എന്തുണ്ടാവും അണ്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കണം എന്നാണ് ഒരു ഗുഡ് അബ്സോർപ്ഷൻ മെത്തേഡിൽ പറയുന്നത്.
ഇനി ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്. അപ്പം ഓവർ അബ്സോർപ്ഷനും അതുപോലെ തന്നെ അണ്ടർ അബ്സോർപ്ഷനും എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പം ഓക്കെ, ഫാക്ടറി ഓവർ ഹെഡിന്റെ ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇതില് ഫസ്റ്റ്ലി ഓവർ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് മേ ബി ആക്ച്വൽ റേറ്റ് ഓർ പ്രീ ഡിറ്റർമിനഡ് റേറ്റ്. എന്താവാം? ആക്ച്വൽ റേറ്റോ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിനഡ് റേറ്റോ ആവാം. ആക്ച്വൽ റേറ്റ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ ഡൈവിംഗ് ദി ആക്ച്വൽ ഓവർഹെഡ് ബൈ ദി ആക്ച്വൽ ഔട്ട്പുട്ട് ഓർ ആക്ച്വൽ ലേബർ അവേഴ്സ് ഓർ ആക്ച്വൽ മെഷീൻ ഹവേഴ്സ് ഓർ ദി പീരീഡ്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഫാക്ടറി ഓവർഹെഡിന്റെ പ്രൊഡക്ട്സിലേക്ക് പ്രീ ഡിറ്റർമിനഡ് റേറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഓവർ അബ്സോർപ്ഷനോ അല്ലെങ്കിൽ അണ്ടർ അബ്സോർപ്ഷനോ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഓവർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്ത ഓവർ ഹെഡ്, ആ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ഓവർ ഹെഡിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, ഓവർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ചാർജ് ചെയ്യുന്ന ഓവർ ഹെഡ് ആക്ച്വൽ ഓവർ ഹെഡിനേക്കാളും കൂടുതലാവുന്ന സമയത്താണ് അത് എന്തെന്ന് പറയുന്നത്, ഓവർ അബ്സോർപ്ഷൻ ആയിട്ട് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിൽ കൂടുതലധികം ഓവർ ഹെഡ് ഉൾപ്പെടുത്തി നമ്മൾ പ്രൈസ് കൂട്ടി വെക്കുന്ന ഒരു സമയമില്ലേ, അതിന് നമ്മൾ ഓവർ അബ്സോർപ്ഷൻ ആയിട്ട് പറയും. ഇനി അടുത്തത് അണ്ടർ അബ്സോർപ്ഷന്റെ കാര്യം പറയുമ്പോൾ എന്താണ്, പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്ത ഓവർ ഹെഡ് ആക്ച്വൽ ഓവർ ഹെഡിനേക്കാളും കുറവായിരിക്കും. പ്രൊഡക്റ്റിൽ മറ്റേത് എന്തായിരുന്നു, ആക്ച്വൽ ഓവർ ഹെഡിനേക്കാളും കൂടുമ്പോൾ നമ്മൾ അതിനെ ഓവർ അബ്സോർപ്ഷൻ ആയിട്ടും, ഇനി അണ്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഓവർ ഹെഡിനേക്കാൾ കുറവായതിന് നമ്മൾ അണ്ടർ അബ്സോർപ്ഷൻ എന്നും കൂടി പറയും. ഓക്കെ അല്ലേ? അപ്പം അതാണ് എന്ത്, ഓവർ അബ്സോർപ്ഷനും അണ്ടർ അബ്സോർപ്ഷനും പറയുന്നത്. ഇനി അതിലൊരു പ്രോബ്ലം ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇല്ലുസ്ട്രേഷൻ 3 ആണ് ഇനി ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം തേർഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യനില് എസ്റ്റിമേറ്റ് ആനുവൽ ഓവർ ഹെഡ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എക്സ് rupees 3,500 ഫിക്സ്ഡ്. എന്താണ്, എക്സ് എന്ന ഡിപ്പാർട്ട്മെന്റിലെ ആനുവൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്, 3,500 ഫിക്സ്ഡ് ആണ്, 6,500 വേരിയബിൾ ആണ്. എസ്റ്റിമേറ്റ് മെഷീൻ ഹവർ വർ 10,000, ആക്ച്വൽ മെഷീൻ ഹവർ വർക്ക്ഡ് 9,500. എസ്റ്റിമേറ്റ് മെഷീൻ ഹവർ എന്ന് പറയുന്നത് എത്രയാണ്, 10,000ഉം ആക്ച്വൽ മെഷീൻ ഹവർ എന്ന് പറയുന്നത് 9,500 ആണ്. ഇനി ആക്ച്വൽ ഓവർ ഹെഡ്സ് ഇൻവേർഡ്, അതായത് ഓവർ ഹെഡ്സ് ആക്ച്വൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഫിക്സഡിന് 4,000ഉം വേരിയബിളിന് 5,000 ആണ്. ഇനി ഫൈൻഡ് ഔട്ട് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിനഡ് റേറ്റ്സ്. ഓരോന്നിന്റെയും അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ നമ്മൾ പ്രീ ഡിറ്റർമിനഡ് റേറ്റ്സ് ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എസ്റ്റിമേറ്റ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റ് വർക്കിംഗ് അവർ അല്ലേ, പ്രീ ഡിറ്റർമിനഡ് റേറ്റ്. അപ്പൊ ആദ്യം ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, അതിൽ എഴുതി കൊടുക്കണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ഓക്കെ, അപ്പം പ്രീ ഡിറ്റർമിനഡ്
ഓക്കെ, എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് അവർ ആണ് എന്ത് പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷന്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഏതൊക്കെയാണ്? ആനുവൽ ഓവർ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് എക്സ് 3000 ഫിക്സ്ഡ്, 6000 വേരിയബിൾ. പിന്നെ എസ്റ്റിമേറ്റ് മെഷീൻ ഹവർ എന്ന് പറയുന്നത് 10,000 ആണ്. ആനുവൽ മെഷീൻ ഹവർ എന്ന് പറയുന്നത് 9,500 ആണ്. ഇനി ഓവർ ഹെഡ്, ആക്ച്വൽ ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഫിക്സഡിന് 4,000ഉം വേരിയബിളിന് 5,000 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രീ ഡിറ്റർമിനഡ് റേറ്റ് ആണ്. പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവർ ആണ്. ഇനി നമ്മൾ ഇതിൽ ഓരോന്നിന്റെയും, അതായത് നമുക്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഫിക്സഡിന്റെയും വേരിയബിളിന്റെയും കാണണം. ഫിക്സഡിന്റെ ഓവർ ഹെഡ്സും അതുപോലെ തന്നെ വേരിയബിളിൻ്റെതും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫിക്സഡ് അല്ലേ, ഫസ്റ്റ് ഫിക്സഡിൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡിന്റെ എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് എത്രയാണ്? 3,500 ആണല്ലേ. ആനുവൽ ഓവർ ഹെഡ് ഇൻ ഡിപ്പാർട്ട്മെന്റ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഓവർ ഹെഡ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ എസ്റ്റിമേറ്റ് ഓവർ ഹെഡ് 3,500 ആണ്. ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവർ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? മെഷീൻ ഹവേഴ്സ് വേർ 10,000. ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.35 എന്ന് കിട്ടും. 35 പെർ ഹവർ, ഓരോ ഹവറിനും 0.53 വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് വേരിയബിളിന്റെ ഓവർ ഹെഡില് അതിന്റെ എസ്റ്റിമേറ്റ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 6,500ഉം ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റ് വർക്കിംഗ് ഹവർ എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.65 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഫിക്സഡിൻ്റെതും കണ്ടു, വേരിയബിൾ ഓവർ ഹെഡിന്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ മറ്റേ മുമ്പ് ചെയ്ത മെത്തേഡ് ഉണ്ടായിരുന്നില്ലേ, ഓരോ 4 മെത്തേഡിന്റെയും കാൽക്കുലേറ്റ് ചെയ്തു, അതൊരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കിയ പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് ഡിഫറെന്റ് മെത്തേഡിൽ ഫസ്റ്റ് ഫിക്സഡിൻ്റെത് എഴുതണം. ഇവിടെ ആക്ച്വൽ ഓവർ ഹെഡ്, ദെൻ അടുത്തത് ഓവർ ഹെഡ് അബ്സോർബ്ഡ് അറ്റ് പ്രീ ഡിറ്റർമിനഡ് റേറ്റ്. പ്രീ ഡിറ്റർമിനഡ് റേറ്റ് വെച്ചിട്ടുള്ള ഓവർ ഹെഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഓവർ ഹെഡ് അബ്സോർബ്ഡ് അറ്റ് പ്രീ ഡിറ്റർമിനഡ് റേറ്റ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ അബ്സോർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ അണ്ടർ അബ്സോർബ്ഡ്, ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ. അപ്പം ഇനി എന്ത് ചെയ്യണം? ആദ്യം ഫിക്സഡിൻ്റെത്, ദെൻ വേരിയബിള്, പിന്നെ ടോട്ടൽ. അപ്പൊ നമുക്ക് ഇതിൽ ആക്ച്വൽ ഓവർ ഹെഡ്, രണ്ടിന്റെ ആക്ച്വൽ ഓവർ ഹെഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4,000 ആണ് ഫിക്സഡിൻ്റെത്, വേരിയബിളിൻ്റെത് 5,000 ആണ്, ടോട്ടല് 9,000 ആണ്. ആ കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് എന്തറിയില്ലല്ലോ? ഓവർ ഹെഡ് അബ്സോർബ്ഡ് അറ്റ് പ്രീ ഡിറ്റർമിനഡ് റേറ്റ്. ഈ റേറ്റ് നമുക്ക് അറിയൂല. അപ്പൊ നമ്മൾ ആദ്യം മുമ്പ് എന്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? പ്രീ ഡിറ്റർമിനഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ ഓവർ ഹെഡ് റേറ്റ് ചെയ്തിട്ടില്ല, അബ്സോർബ് ചെയ്തിട്ടില്ല. നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എന്താണ്? ആക്ച്വൽ മെഷീൻ ഹവർ വർക്ക്ഡ് വേർ 9,500 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഒരു റേറ്റ് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഫിക്സഡ് predetermined rate into actual hour worked. ഓക്കെ, അപ്പോൾ ഫിക്സഡ് പ്രീ ഡിറ്റർമിനഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എന്ത് 0.35 അതുപോലെ തന്നെ 0.65 ഇത് ഫിക്സഡിൻ്റെതും ഇത് വേരിയബിളിൻ്റെതും. ഇത് എന്ത് ചെയ്യണം? രണ്ടും ഇൻറ്റു ചെയ്യണം. എന്തിലേക്ക്? ആക്ച്വൽ ഹവർ വർക്ക്ഡ്. എത്ര അവർ ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു 9500 അല്ലേ? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 3325 എന്നും സെക്കൻഡ് വൺ ഇൻറ്റു ചെയ്യുമ്പോൾ 6175 എന്ന് കിട്ടും. ഇനി ഇതെന്ത് ചെയ്യാം? നമ്മൾ നേരെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 3325 6175. ദെൻ ഇതിന്റെ ടോട്ടൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ 9000 എത്രയാണ്? 500 ആണല്ലേ? ഓക്കെ, ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓവർ അബ്സോർബ്ഡ് ആണോ അണ്ടർ അബ്സോർബ്ഡ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 4000 നിന്ന് 3025 മൈനസ് ചെയ്യാം. 4000 നിന്ന് 3025 മൈനസ് ചെയ്യാം. സോറി, 3325 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 675 എന്ന് കിട്ടും. 675. അപ്പൊ എന്താണ്? ഓവർ അബ്സോർബ്ഡ് ആണല്ലേ? കാരണം വാല്യൂല് തെറ്റൊന്നും വരുന്നില്ല. അതെന്ത് തന്നെയാണ്? ഓവർ അബ്സോർബ്ഡ് തന്നെയാണ് 6075. ഇനി ഇത് വേരിയബിളിൻ്റെത് പറയുമ്പോൾ എന്താണ്? ആക്ച്വൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞത് എത്രയായിരുന്നു? 5000 ആയിരുന്നു. പക്ഷെ ഓവർ ഹെഡ് അബ്സോർബ്ഡ് പെർ ഡിറ്റർമിനഡ് റേറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എത്രയായി? 6175 ആയി. അപ്പൊ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5000 മൈനസ് കാരണം എന്താണ്? ആ ഒരു റേറ്റ് കൂടുതലല്ലേ? ഇതിന് ഇത് മൈനസ് ചെയ്താലും ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇനി ഇങ്ങനെ ഇട്ട് മൈനസ് ചെയ്യാം. പക്ഷെ എന്തുതന്നെയാണത്? ഓവർ അബ്സോർബ്ഡ് ആണ്. പറഞ്ഞ റേറ്റിനേക്കാളും എന്ത് തന്നെയാണ്? കൂടുതൽ തന്നെയാണ്. അതെന്താണ്? സോറി, അണ്ടർ അബ്സോർബ്ഡ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യാം? ഈ ഒരു കോളത്തിൽ അണ്ടർ അബ്സോർബ്ഡ് വേരിയബിളിന്റെ നേരെ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഇതിന്റെ ടോട്ടൽ എത്ര തന്നെയാ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു മെത്തേഡിന്റെ പ്രോബ്ലം. ദെൻ അടുത്തത് പറഞ്ഞാല് കോസസ് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ, അതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ എറർ ഇൻ എസ്റ്റിമേറ്റിംഗ് ഓവർഹെഡ് കോസ്റ്റ്. ഓവർഹെഡ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് എന്ത് ഫസ്റ്റ് കാരണമായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എറർ ഇൻ എസ്റ്റിമേറ്റിംഗ് ദി ബേസിൽ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? എറർ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓർ ലേബർ ഓഫ് അവർ, മെഷീൻ അവർ, ഇതൊക്കെ. പിന്നെ തേർഡ് പോയിന്റ് അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. പ്രൊഡക്ഷൻ കപ്പാസിറ്റികൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചേഞ്ചസ്, അതെന്താണ്? ഒരു വലിയൊരു കോസ്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അൺഎക്സ്പെക്ടഡ് ചേഞ്ച് ഇൻ ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ റിസൾട്ട് ഇൻ ദി ചേഞ്ച് ഇൻ ദി എമൗണ്ട് ഓഫ് ഓവർ ഹെഡ്. അതായത് പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രൊഡക്ഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ റിസൾട്ടിൽ അതിന്റെ ഓവർ ഹെഡിന്റെ എമൗണ്ടിൽ എന്ത് വരുന്നുണ്ട്? ചേഞ്ച് വരുന്നുണ്ട്. 5 പോയിന്റ് സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് ഓവർ ഹെഡ്സ് ഫ്രം പീരീഡ് ടു പീരീഡ് ഇൻ സെർട്ടൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പം അതിലെന്താ പറയുന്നത്? കാലാവസ്ഥ, സീസണൽ ഫ്ലക്ച്വേഷൻസ്, ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഫ്ലക്ച്വേഷൻസ് അതിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഓവർ ഹെഡ്, അതിന്റെ ഓവർ ഹെഡിന്റെ എമൗണ്ടിൽ ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് അതിന്റെ എന്ത് കോസസ് ആയിട്ട് പറയുന്നത്. ഇനി അതിന്റെ ഡിസ്പോസൽ ഓഫ് അണ്ടർ അബ്സോർപ്ഷൻ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ. ഓക്കെ,
അപ്പം ഡിസ്പോസൽ ഓഫ് അണ്ടർ ആൻഡ് ഓവർ അബ്സോർപ്ഷൻ അതിലെന്താ പറയുന്നത് വെച്ചാല് ഫസ്റ്റ് എന്താ പറയുന്നത് ആ ഒരു ഇത് പറയുന്നില്ല. ഫസ്റ്റ് ഞാൻ എന്ത് പറയുന്നുണ്ട്, ഈ ഒരു ഡിസ്പോസൽ അതായത് ഓവർ അബ്സോർപ്ഷൻ നമ്മൾ ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത് വെച്ചാല് ഈ അണ്ടർ അബ്സോർപ്ഷൻ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യാം, അതിന്റെ എമൗണ്ട് കൂടാനും അൺഅബ്സോർബ്ഡ് ആവാനും എന്തുണ്ട്, കാരണങ്ങളാകുന്നുണ്ട്. ഇനി അതിന്റെ കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്. അതായത് അബ്സോർപ്ഷൻ എമൗണ്ട് ആർ ഡിസ്പോസൽ ഓഫ് അക്കോർഡിംഗ് ടു എനി ദ ഫോളോയിങ് മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സപ്ലിമെന്ററി റേറ്റ്സ് ആണ്. യൂസ് ഓഫ് സപ്ലിമെന്ററി റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ്സ് ഈ സിഗ്നിഫിക്കൻറ്റ്. എന്താണ്, അണ്ടർ അല്ലെങ്കിൽ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡിന്റെ ഒരു എമൗണ്ട് ആണ്. ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർബ്ഡ്. പിന്നെ എന്ത് പറയുന്നു, ഓവർ ഹെഡ്സ് ആൻഡ് ആക്ച്വൽ ഓവർ ഹെഡ്സ് വിൽ ബി അഡ്ജസ്റ്റഡ് ബൈ കമ്പ്യൂട്ടിംഗ് ദി സപ്ലിമെന്ററി റേറ്റ്സ്. അതായത് സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഓവർ ഹെഡിൽ നിന്ന് നമ്മൾ അബ്സോർബ്ഡ് ഓവർ ഹെഡ് മൈനസ് ചെയ്താൽ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സപ്ലിമെന്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ആ ഡിഫറൻസിനെ എന്ത് ചെയ്യണം, ആക്ച്വൽ ബേസ് ഏത് ബേസിലാണോ നമുക്ക് തന്നിട്ടുള്ളത് ആ ബേസ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, സപ്ലിമെന്ററി റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇല്ലുസ്ട്രേഷൻ 4, അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പം ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പം ഇല്ലുസ്ട്രേഷൻ 4 ആണല്ലേ, അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ്, പ്രീ ഡിറ്റർമിനഡ് ഓവർ ഹെഡ് 10,000 ആണ്. അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിനഡ് മെഷീൻ ഹവർ എന്ന് പറയുന്നത് 5,000 ആണ്. ആക്ച്വൽ ഓവർ ഹെഡ് 9,000 ആണ്. ആക്ച്വൽ മെഷീൻ ഹവർ എന്ന് പറഞ്ഞത് 1,500 ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി കാൽക്കുലേറ്റ് അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് യൂസിങ് പ്രീ ഡിറ്റർമിനഡ് റേറ്റ്സ് ആൻഡ് കറക്റ്റ് ദ സിറ്റുവേഷൻ യൂസിങ് സപ്ലിമെന്ററി റേറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ഡിറ്റർമിനഡ് റേറ്റ് ഉപയോഗിച്ചിട്ട് ഇത് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, സപ്ലിമെന്ററി റേറ്റ്സും എന്ത് ചെയ്യണം, ഇതിൽ യൂസ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് പ്രീ ഡിറ്റർമിനഡ് റേറ്റ് നമുക്കറിയാം. പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ, പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ഹവേഴ്സ് അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എസ്റ്റിമേറ്റഡ് ഓവർ ഹെഡ് 10,000 ആണ്, ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ഹവർ എത്രയാണ്, 5,000 ആണ്. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 പെർ മെഷീൻ അവർ അല്ലേ, 5 പെർ അവർ മെഷീൻ അവർ ആണ്, 5 പെർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീ ഡിറ്റർമിനഡ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓവർ അബ്സോർബ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, പ്രീ ഡിറ്റർമിനഡ് റേറ്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വൽ ഹവർ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യം പ്രീ ഡിറ്റർമിനഡ് റേറ്റിനെ ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സിന് എന്ത് ചെയ്യുക,
ഇൻറ്റു ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? അപ്പം ഇത് കാൽക്കുലേറ്റ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 അല്ലേ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 5 ആണ്. ഇൻറ്റു ആക്ച്വൽ ഹവർ എന്ന് പറയുന്നത് 1500 ആണ്. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 7500 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ ഓവർ ഹെഡ് എത്രയാണ്? 9000 ആണ്. ആക്ച്വൽ ഓവർ ഹെഡ് നമുക്കറിയാം 9000 ആണ്. 9000 ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരുന്നു? ഈ ആക്ച്വൽ ഓവർ ഹെഡിൽ നിന്ന് നമുക്ക് അബ്സോർബ്ഡ് ഓവർ ഹെഡ് മൈനസ് ചെയ്താൽ അതിന്റെ ഡിഫറൻസ് കാണാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ആക്ച്വൽ ഓവർ ഹെഡിൽ നിന്ന് അബ്സോർബ്ഡ് ഓവർ ഹെഡ് മൈനസ് ചെയ്താൽ അണ്ടർ അബ്സോർബ്ഡ് ഓവർ ഹെഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലേ? നമ്മൾ ഓവർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനെ നമ്മൾ ഓവർ ഹെഡ് അബ്സോർബ്ഡ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ആണ്. ഓക്കെ, ഓവർ ഹെഡ് അബ്സോർബ്ഡ് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്, അതിന് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഇൻറ്റു ആക്ച്വൽ ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എമൗണ്ട് കിട്ടിയിട്ട് ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? നമ്മുടെ ആക്ച്വൽ ഓവർ ഹെഡിന്റെ എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് അണ്ടർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആക്ച്വൽ ഓവർ ഹെഡിന്റെ എമൗണ്ട് പറയുന്നത് 9000 ആണ്. അതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്? അണ്ടർ അബ്സോർബ്ഡ് ഓവർ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആക്ച്വൽ ഓവർ ഹെഡിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? അബ്സോർബ്ഡ് ഓവർ ഹെഡ്. അബ്സോർബ്ഡ് ഓവർ ഹെഡ് ആണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അപ്പൊ എത്രയാണ്? ആക്ച്വൽ ഓവർ ഹെഡ് എത്രയാണ്? 9000 മൈനസ് അബ്സോർബ്ഡ് ഓവർ ഹെഡ് 7500 ഇക്വൽ ടു എത്ര വരും? 1500. ഇനി ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് സപ്ലിമെന്ററി റേറ്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഹവറും അതുപോലെ തന്നെ എന്തും ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് സപ്ലിമെന്ററി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ആദ്യം ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള ആക്ച്വൽ ഹവർ. ആക്ച്വൽ ഹവർ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. 1500. സോറി, ആക്ച്വൽ ഹവർ തന്നിട്ടുണ്ട്. എത്രയാ? 1500 ആണ്. അതിൽ നിന്ന് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1500 തന്നെയാണ്. അപ്പൊ അത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 1500 അപ്പോൾ ഇത്രയാണ് ആ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. ഇനി അടുത്തത് പറയുന്നത് എന്താന്ന് വെച്ചാല് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതെന്താണ്? ഓവർ അല്ലെങ്കിൽ അണ്ടർ അബ്സോർബ്ഡ് എമൗണ്ട് ഓവർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അണ്ടർ അബ്സോർബ്ഡ് ആയിട്ടുള്ള എമൗണ്ട് ചെറുതായാൽ അല്ലെങ്കിൽ അബ്നോർമൽ കാരണം കൊണ്ടാണെങ്കിൽ അത് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡയറക്ട്ലി മാറ്റണം. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൈറ്റിംഗ് ഓഫ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് എന്താ പറഞ്ഞു വെച്ചാല് നമ്മളിപ്പോൾ അബ്സോർബ് ചെയ്ത എമൗണ്ട് ഓവർ ആണോ അല്ലെങ്കിൽ അണ്ടർ ആണോ, ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ കാരണം കൊണ്ടാണ് ആ ഒരു ചെറിയ എമൗണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. പിന്നെന്താണ് ഈ ഒരു മെത്തേഡ് എന്തെന്നാണ് പറയുന്നത്? ഇത് നമുക്ക് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മെത്തേഡിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ എന്താ പറയുന്നത് വെച്ചാല് ഇതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാന്ന് വെച്ചാല് ഫിനിഷ്ഡ് ഗുഡ്സും അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസിന്റെ വാല്യുവേഷൻ എന്ത് ചെയ്യും?
നമുക്ക് തെറ്റായിട്ടാണ് എറർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു മെത്തേഡിൽ കാണിക്കുന്നത്. അപ്പം ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസിന്റെയും വാല്യുവേഷന് തെറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മെത്തേഡിൽ കാണിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ക്യാരി ഓവർ ടു ദി നെക്സ്റ്റ് ഇയർ. അതിലെന്താ പറയുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് ദി അണ്ടർ ഓർ ഓവർ അബ്സോർബ്ഡ് എമൗണ്ട് ഓഫ് ഓവർ ഹെഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സസ്പെൻസ് ഓർ ഓവർ ഹെഡ് റിസർവ് അക്കൗണ്ട് ആൻഡ് ക്യാരിഡ് ഫോർവേഡ് ടു ദി നെക്സ്റ്റ് ഇയർ. അപ്പം അതിലൊന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ എന്താണ്, വലിയ എമൗണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം സീസണൽ ബിസിനസ് അല്ലെങ്കിൽ ന്യൂ പ്രൊജക്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ അതെന്ത് ചെയ്യും, അടുത്ത വർഷത്തിലേക്ക് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കും. അപ്പം അതെന്ത് ബേസ് ചെയ്തിട്ടല്ല എന്നാ പറയുന്നത്, ഇതിന്റെ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടല്ല ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ യൂണിറ്റിൽ പറയുന്നത്. കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതില് നമ്മൾ അബ്സോർപ്ഷനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അണ്ടർ അബ്സോർപ്ഷൻ, ഓവർ അബ്സോർപ്ഷൻ, അതെല്ലാം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ പ്രോബ്ലംസ് ഒന്നും കൂടി സിംപ്ലസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.